അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ മനുഷ്യനെ ഈ ഭൂമി ലോകത്തിലേക്ക് നിയോഗിച്ചതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യവും കാഴ്ചപ്പാടുമുണ്ട് എന്നതാണ്. അത് മലക്കുകളെ കൊണ്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കാത്തതാണ്. വേണമെങ്കിൽ ജിന്നുകളെ കൊണ്ട് പോലും സാക്ഷാത്കരിക്കാൻ സാധിക്കാത്തതാണ്. ലോകത്ത് എത്രയോ ശക്തരായ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത ഒരു ദൗത്യം മനുഷ്യനിലൂടെ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്, സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ മുന്നിൽ നിർത്തുന്നത്. ആദമിനെ അല്ലാഹു മലക്കുകളുടെ മുന്നിൽ എങ്ങനെയാണ് നിർത്തിയത്? അറിവിലൂടെയാണ് നിർത്തിയത്, ഇൽമിലൂടെയാണ് നിർത്തിയത്. അറിവ് കൊണ്ടാണ് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് തുലനം ചെയ്തത്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ബഖറയുടെ സൂക്തങ്ങൾ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദമിന് ചരാചരങ്ങളെ സംബന്ധിച്ച് പേരുകളെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. കുല്ലഹാ, മുഴുവൻ പേരുകളെയും പഠിപ്പിച്ചു കൊടുത്തു. ആദമിന് മുഴുവൻ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം, വിശദീകരണം? ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ ആദമിനെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇത് ആപ്പിളാണ്, ഇത് ഓറഞ്ചാണ്, ഇത് മാങ്ങയാണ്, ഇത് തേങ്ങയാണ്. അങ്ങനെ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല. പിന്നെ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമ ഖുവ്വത്തൽ അഖ്ലി വൽ ഇസ്തിൻബാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ വസ്തുക്കളെ നിരൂപണം ചെയ്യുവാൻ, അതിൽ അന്വേഷണം നടത്തുവാൻ, അതിൽ ചർവണങ്ങൾ നടത്തുവാൻ കഴിയുന്ന ബുദ്ധി കൊടുത്തു. വൽ ഇസ്തിൻബാത്ത്, അന്വേഷണാത്മകമായ ഒരു കഴിവ് കൊടുത്തു. അതുകൊണ്ട് ആദമിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ഏത് പദാർത്ഥങ്ങളെ സംബന്ധിച്ചും പരിശോധിക്കാൻ ആദമിന് കഴിയും അലൈഹിസ്സലാം. എന്തിന് വേണ്ടിയുള്ളതാണ്? എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്? എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്? അങ്ങനെ മലക്കുകൾക്ക് സാധ്യമല്ല, മലക്കുകൾക്ക് അതിന് കഴിയില്ല. അത് ആദം അലൈഹിസ്സലാമിന് കഴിയുന്നതാണ്. ആദമിന് കഴിയുമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊക്കെ കഴിയുന്നതാണ്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ മുന്നിൽ ആദമിനെ പ്രദർശിപ്പിച്ചു. പരിശുദ്ധമായ ഖുർആൻ, ഫലമ്മാ അറദഹും അലൽ മലായിക, മലക്കുകളുടെ മുന്നിൽ അത് വെളിവാക്കി. എന്നിട്ട് പറഞ്ഞു, ഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവർ പോയാൽ കൊലയും കൊള്ളയും രക്തച്ചൊരിച്ചിലുകളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതിൽ, നിങ്ങൾ പറഞ്ഞതിൽ വല്ല സത്യസന്ധതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യം ഇതാ ആദമിന് കഴിയും. അത് നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ കാണപ്പെടുന്ന ഈ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് വിസ്തരിക്കാൻ, ഇതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് പറയാൻ, ഇതിൽ നിരൂപണം നടത്താൻ സാധ്യമല്ല. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഇത് മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞതാണ്.
സുബ്ഹാനക അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ ഒരു ഇൽമും നമുക്കില്ല എന്ന് പറഞ്ഞാൽ നീ എന്താണോ വ്യക്തമായി നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ ചിന്താ വൈഭവം കൊണ്ട്, നമ്മുടെ ഗവേഷണ പാഠവും കൊണ്ട് ഞങ്ങൾ പഠിച്ചതൊന്നുമല്ല. ഇന്ന് ഞങ്ങൾ തസ്ബീഹ് നിർവഹിക്കുന്നുണ്ടെങ്കിൽ, തഖ്ദീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി വണങ്ങുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി നിന്റെ മുന്നിൽ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, തവാഫ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഞങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച് വ്യക്തമായി പകർന്നു തന്നതിലൂടെ മാത്രം. ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. ആദം നബി അലൈഹിസ്സലാം പദാർത്ഥങ്ങളെ സംബന്ധിച്ച്, അതിന്റെ പേരുകളെ സംബന്ധിച്ച്, അതിന്റെ ഉപയോഗങ്ങളെ സംബന്ധിച്ച് മലക്കുകളുടെ മുന്നിൽ വ്യക്തമാക്കി കൊടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് അഭിമാനപൂർവ്വം പറഞ്ഞു, അലം അഖുൽ ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന്. എന്താണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, ജിന്നിനില്ലാത്ത, മലക്കിനില്ലാത്ത, ലോകത്ത് ശക്തരായ കോടാനുകോടി സൃഷ്ടികൾക്കൊന്നുമില്ലാതെ ആദമിൽ ഉള്ള ബുദ്ധിയുടെ സവിശേഷത എന്താണ്? അത് ജിജ്ഞാസയാണ്, ഫുദൂൽ, ജിജ്ഞാസയാണ്, അറിയാനുള്ള ത്വരയാണ്, അന്വേഷിക്കാനുള്ള ത്വരയാണ്. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ ജിജ്ഞാസയിൽ നിന്നാണ് മനുഷ്യൻ എല്ലാം പഠിച്ചത്. അതാണ് അവന്റെ ശക്തിയും അവന്റെ ദൗർബല്യവും. മനുഷ്യന്റെ ശക്തിയും അതാണ്, മനുഷ്യന്റെ ദൗർബല്യവും അവന്റെ ജിജ്ഞാസ തന്നെയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുന്നേയുള്ള അല്ലാഹുവിന്റെ തീരുമാനമാണ്, അചഞ്ചലമായ തീരുമാനമാണ്. ഭൂമിയിലേക്കുള്ളതാണ് ആദം, ഭൂമിയിലേക്കുള്ളതാണ്. പക്ഷേ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് അല്ലാഹു സ്വർഗത്തിലേക്ക് നിയോഗിച്ചു ആദമിനെ. പറയായിരുന്നല്ലോ, ഞാൻ ഖാലിഖും നീ മഖ്ലൂഖുമാണ്, നേരെ പോയിക്കോ ഭൂമിയിലേക്ക്. അങ്ങനല്ല, ആദമിനെ ഉപയോഗിച്ച് അല്ലാഹു നൽകിയിരിക്കുന്ന ജിജ്ഞാസ എന്ന് പറയുന്ന അന്വേഷിക്കുവാനും അറിയുവാനുമുള്ള ഒരു ത്വര, അതിന്റെ ഒരു പരീക്ഷണം സ്വർഗത്തിൽ വെച്ച് തന്നെ നടക്കും. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത്. എന്തു പറഞ്ഞു? വൃക്ഷത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു. വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ ഈ വൃക്ഷത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞു. ലോകത്ത്, സ്വർഗീയ ലോകത്ത് ആദം നബി അലൈഹിസ്സലാമിന് സ്വൈര്യമായി എന്ത് ഉപയോഗിക്കാമായിരുന്നു, എന്ത് കഴിക്കാമായിരുന്നു, എന്ത് കുടിക്കാമായിരുന്നു? ഒരു വൃക്ഷം. ആ വൃക്ഷം തടയപ്പെട്ടത് എന്തിന്? ആ വൃക്ഷത്തിന്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല, ആ വൃക്ഷത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമല്ല. ഖുർആനിൽ എവിടെയും ആ വൃക്ഷത്തിന്റെ മാഹിയത്ത്, അതിന്റെ സത്തയെ സംബന്ധിച്ച് പറയുന്നില്ല. വൃക്ഷം എന്നേ പറയുന്നുള്ളൂ. ആദമിനോട് എന്തുകൊണ്ട് ആ വൃക്ഷത്തിൽ അടുക്കരുത് എന്ന് പറഞ്ഞു? ആ വൃക്ഷം അതിലെ പഴങ്ങൾ കൈപ്പേറിയതാണ്, അതുകൊണ്ട് കഴിക്കരുത് എന്ന് പറഞ്ഞു? അല്ല, ആ വൃക്ഷത്തിൽ വളരെ ദുർഗന്ധമാണ്, അതുകൊണ്ട് അത് കഴിക്കരുത് എന്ന് പറഞ്ഞു? അങ്ങനെയാണോ? അങ്ങനെയും അല്ല. അല്ലാഹു തആല പറഞ്ഞത് വൃക്ഷത്തോട് അടുക്കരുത് എന്ന് മാത്രം. സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തടയപ്പെട്ടതിനെ കുറിച്ച്, തടയപ്പെട്ടതിലേക്ക് അടുക്കാനുള്ള ഒരു ആകർഷണീയത അവനിലുണ്ട്. ഇത്രയും വൃക്ഷം
തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ കുഴപ്പങ്ങളും അതിന്റെ പ്രശ്നങ്ങളും പറയുന്ന 50ഓളം അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. വലിയൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി അത് സാധാരണ ഒരു വൃക്ഷമാണ്. നമ്മുടെ നാട്ടിലെ തെങ്ങ് പോലെ തന്നെ ഒരു വലിയൊരു വിശാലമായ ഏക്കർ കണക്കിന് കിടക്കുന്ന ഭൂമിയിൽ ആയിരക്കണക്കിന് തെങ്ങുകൾ നിൽക്കുമ്പോ ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ, ആ വസ്തുവിന്റെ ഉടമസ്ഥൻ പറയുന്നു, ഏത് തെങ്ങിൽ നിന്നും നിനക്ക് തേങ്ങ എടുക്കാം, പക്ഷേ ഈ തെങ്ങിൽ നിന്ന് നീ തേങ്ങ എടുക്കരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതെന്തിനാണ് ആ തെങ്ങ് തടയപ്പെട്ടത്? എങ്കിൽ ആ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ ഇട്ട് നോക്കണമല്ലോ. അതിലെന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ലേ? ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മാ മുനി ലം ലൗ നുഹിയ الناس عن فت البعر لفتوه وقالوا ما نهينا عنه الا وفيه شيء. മനുഷ്യന്റെ നൈസർഗികതയാണ്. അവനോട് എന്തെങ്കിലും ഒന്ന് തടയപ്പെട്ട് കഴിഞ്ഞാൽ, എന്തിനേറെ പറയണം, ഒരു കട്ടിയായിരിക്കുന്ന കാഷ്ടം അത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ലഫതുഹു, അവൻ പൊട്ടിക്കും. എന്തിനാണ്? അവൻ പറയും എന്തോ ഒന്ന് അതിനകത്തുള്ളത് കൊണ്ടല്ലേ അത് വിലക്കപ്പെട്ടത്. ഇതാണ് നമ്മുടെ ജിജ്ഞാസയുടെ ശക്തിയും ജിജ്ഞാസയുടെ ദൗർബല്യവും എന്ന് പറയും. ഖൈസ് ഇബ്നു മുലവഹിന്റെ ഒരു കവിത ഇങ്ങനെ കാണാം, വസാറനി കലിഫൻ ഫിൽ ഹുബ്ബി അൻ മുനിഅത് അഹബ്ബു ഷൈഇൻ ഇലൽ ഇൻസാനി മാ മുനിഅ. അവൾ തടയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ശക്തമായ പ്രണയം എനിക്കുണ്ടായത്. അവൾ തടയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് എന്നിൽ ശക്തമായ പ്രണയം രൂപപ്പെട്ടത്. മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത് അവന് വിലക്കപ്പെട്ടത് അറിയാൻ, അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഇതാണ് ആദമിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് എന്താണ് മനുഷ്യന്റെ ശക്തി എന്നും മനുഷ്യന്റെ അശക്തി എന്നും ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം ഇനി നീ ഭൂമിയിലേക്ക് ഇനി നീ ഭൂമിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ, ഈ വൃക്ഷത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു. അത് അടുത്തു, കഴിച്ചു നോക്കി, ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതുപോലെയാണ് വിലക്കപ്പെട്ട പല കാര്യങ്ങളെയും നാം സമീപിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഭക്ഷിക്കുന്ന മാംസം പന്നി മാംസമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പന്നിയെ തടഞ്ഞത്? നല്ല ശുദ്ധമായ കാർഷിക രീതിയിൽ അത് വളർത്തപ്പെട്ട് പരിപാലനം നിർവഹിക്കപ്പെട്ട് അത് കടകമ്പോളങ്ങളിലേക്ക് എത്തിച്ച് ഏറ്റവും വൃത്തിയായി നമ്മുടെ അടുക്കലേക്ക് വന്നാൽ കഴിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? പന്നിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ അല്ലാഹു നിഷിദ്ധമാക്കിയത്? അല്ല. പന്നിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളോടുള്ള ചോദ്യമല്ല, കഴിക്കരുത് എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. ലോട്ടറി ഹറാമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, എന്താണ് ലോട്ടറിക്ക് കുഴപ്പം? ഇത്രയും മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ലോട്ടറി കൊണ്ട് എന്താ പ്രശ്നം? ഒരു ടിക്കറ്റ് എടുത്താൽ ഇത്ര വലിയ പ്രശ്നമാണോ? ഇല്ല, അള്ളാഹു പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്, അള്ളാഹു വിലക്കി എന്നത് തന്നെയാണ് അതിന്റെ പ്രശ്നം. ഇങ്ങനെ അരുതായ്മകളെ മുഴുവനും നാം സമീപിക്കുന്നത് ഇങ്ങനെയാണ്. ഏതൊരു അരുതായ്മകളുടെ പിന്നിലും അള്ളാഹുവിന്റെ നിർദ്ദേശം എന്നതിനപ്പുറം വേറെ ഒരു യുക്തിയും അതിനകത്തില്ല. അത് തെരഞ്ഞു പോകേണ്ട കാര്യമില്ല. തെരഞ്ഞു പോയാൽ ചിലത് കിട്ടും, ചിലത് കിട്ടൂല, അങ്ങനെയുള്ളൂ. പക്ഷെ തെരഞ്ഞു പോകാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആദം നബി അലൈഹിസ്സലാമിനോടുള്ള നിർദ്ദേശം പോലെ. ഇബ്ലീസ് അവിടെയാണ് കളിച്ചത്, അള്ളാഹു അവിടെയാണ് ആദം അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചത്. മനുഷ്യൻ അന്വേഷിക്കാനുള്ള ഈ ഒരു ജിജ്ഞാസയുടെ ഈ ത്വര നന്മയിലേക്ക് നയിക്കും, തിന്മയിലേക്ക് നയിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജിജ്ഞാസ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്,
وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത ഒന്ന് കാണിച്ചു തരുമോ കൈഫ തുഹ്യിൽ മൗത നീ എങ്ങനെയാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് ഖാല അല്ലാഹു ചോദിച്ചു അവലം തുഅ്മിൻ എന്താ ഇബ്രാഹിം നീ വിശ്വസിക്കുന്നില്ലേ ഖാല ബലാ അതെ വിശ്വസിക്കുന്നുണ്ട് വലാകിൻ ലിയത്മഇന്ന ഖൽബി എന്റെ ഹൃദയം ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയാണ് എന്റെ ഹൃദയം ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയാണ് എന്താണെന്ന് എനിക്കറിയാം പക്ഷെ എങ്ങനെയാണെന്ന് അറിയണം അതാണ് കൈഫ എങ്ങനെയാണ് തുഹ്യിൽ മൗത നീ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് മാത എന്താണ് എന്ന് എനിക്കറിയാം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നറിയാം പക്ഷെ അത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നൊന്നും എനിക്കറിയണം വലാകിൻ ലിയത്മഇന്ന ഖൽബി ജിജ്ഞാസ മനുഷ്യന്റെ ഉള്ളിലെ ജിജ്ഞാസ അറിയാനുള്ള ത്വര അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ നമ്മുടെ മുന്നിൽ വിവരിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു റബ്ബി അരിനി അൻദുർ ഇലൈക ഖാല ലൻ തറാനി വലാകിൻ അൻദുർ ഇലൽ ജബൽ അല്ലാഹുവേ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ ഒരു ആഗ്രഹം അത് എങ്ങനെ ഇരിക്കും അത് എങ്ങനെ ഉണ്ടാകും ഒന്ന് കാണണം അല്ലാഹു പറഞ്ഞു മൂസ ആ ജിജ്ഞാസ ശരിയല്ല നീ ചോദിച്ചത് ഒട്ടും ശരിയായില്ല അങ്ങനെ പറഞ്ഞില്ല പക്ഷെ പറഞ്ഞു ലൻ തറാനി നിനക്ക് കാണാൻ പറ്റുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ ജിജ്ഞാസയെ പരിപോഷിപ്പിക്കലാണ് അതാണ് തദബ്ബുർ ആയാത്തില്ല എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ആയത്തുകളിൽ ചിന്തിക്കുക ആലോചിക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇതിനാണ് പ്രവാചകന്മാർ മനുഷ്യന്റെ ഉള്ളിലുള്ള ജിജ്ഞാസയെ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇത് മനുഷ്യന്റെ ഉള്ളിലുണ്ട് മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നവനാണ് മനുഷ്യന്റെ അപാരമായ അവന്റെ ഉള്ളിലെ കഴിവ് ഈ ജിജ്ഞാസയാണ് ഹാബി അൻവർ എന്ന് പറയുന്ന ഒരു മലബാറുകാരനായ വിദ്യാർത്ഥി വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി നമ്മൾ വാർത്തകളിലൊക്കെ ശ്രദ്ധിച്ചു ഫിസിക്സിൽ ഒരു ജേണൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിഷ് ചെയ്തു 10 ലക്ഷത്തിന്റെ സ്കോളർഷിപ്പാണ് സ്വന്തമാക്കിയത് മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്തു 10 തലയുള്ള അത്ഭുതം എന്നൊക്കെ പറഞ്ഞു അവൻ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്റെ ക്യൂരിയോസിറ്റിയാണ് അറിയാനുള്ള ത്വരയാണ് ഫിസിക്സിൽ 13 വയസ്സുള്ള ഒരു കുട്ടി അത് വലിയ നേട്ടം കൊയ്തത് അത്ഭുതമായി തോന്നുന്നത് ഇത് മനുഷ്യന്റെ ഉള്ളിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട് ഇത്ര ശക്തമാണ് മനുഷ്യന്റെ ജിജ്ഞാസയുടെ പവർ പറയും നമ്മുടെ ഉള്ളിലെല്ലാം അതുണ്ട് പക്ഷെ നമ്മളത് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്തിനാണ് നമ്മുടെ ജിജ്ഞാസ ഉപയോഗിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ അവിടെ വിവാഹം ചെയ്തു വന്നിരിക്കുന്ന പെണ്ണിന്റെ നിറം വെളുപ്പാണോ കറുപ്പാണോ ചെക്കൻ സുന്ദരനാണോ സുന്ദരനല്ലേ അവന്റെ കല്യാണത്തിൽ എത്ര പൊടി പിടിച്ചു ഇതൊക്കെ മറ്റുള്ള മനുഷ്യരുടെ ജീവിതം എന്താണ് എന്ന് അറിയാനാണ് നമ്മുടെ ജിജ്ഞാസ മൊത്തം നാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജേണലിലേക്ക് അവനെ നയിച്ച ഒരു തോട്ട് അവൻ ഒരു വാട്ടർ ബോട്ടിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ ഐസ് തൊണ്ടയിൽ കുടുങ്ങി ഐസ് തൊണ്ടയിൽ കുടുങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു തോട്ട് അവനിൽ വരികയും അത് വലിയൊരു പഠനമായി പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്തത് എന്ന് പറഞ്ഞു നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നാം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക എന്ന് പറയും ഐസക് ന്യൂട്ടൻ ആപ്പിൾ തലയിൽ വീണപ്പോഴാണ് ഗ്രാവിറ്റിയിലേക്ക് തോറ്റുപോയത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴുന്നുണ്ട് വഴിയെ പോകുന്ന എല്ലാ വയ്യാവേലിയും നമ്മുടെ തലയിലാണ് വീഴുന്നത് പക്ഷെ നമുക്ക് വല്ല തോട്ട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും അറിയാൻ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ
നമ്മുടെ ജിജ്ഞാസയെ നാം ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ ജിജ്ഞാസ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു, തെറ്റായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരാൾ ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് വലിയൊരു ആഡംബരപൂർണമായ അത്യാഡംബരപൂർണമായ ഒരു കാരവൻ സ്വന്തമാക്കി. ആ കാരവൻ അയാൾ എല്ലാ ദിവസവും എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്വന്തം 5 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കുട്ടിയെ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവിടുകയും തിരിച്ചു വിളിച്ചു കൊണ്ടുവരികയും ചെയ്യും എന്നല്ലാതെ ആ കാരവൻ കൊണ്ട് വേറൊരു ഉപയോഗവും ഇല്ല. അവൻ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ആ കാരവൻ. ഇതുപോലെയാണ് നമ്മുടെ ജിജ്ഞാസ എന്ന് പറയുന്നത്. നമ്മുടെ ജിജ്ഞാസ നാം എവിടെയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജിജ്ഞാസ ശക്തിപ്പെടുകയും ദുർബലപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രവാചകന്മാർ പണിയെടുത്തത്, നബിമാര് പണിയെടുത്തത് അവിടെയാണ്. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവെ അന്വേഷിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്താപരമായ യാത്ര പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. നക്ഷത്രത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. ചന്ദ്രൻ ഉദിച്ചപ്പോൾ ചന്ദ്രനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. സൂര്യൻ ഉദിച്ചപ്പോൾ സൂര്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദാ അക്ബർ ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്, ഇതല്ലേ വലുത്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ ചിന്തിച്ച് പ്രപഞ്ചാതീതനായ ഒരു ശക്തിയിലേക്ക് ചിന്തകൾ എത്തിപ്പെടുന്നു എന്നുള്ളിടത്താണ് അദ്ദേഹം പറഞ്ഞത്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഈ ആകാശഭൂമികളെ ഉന്മാദതയില്ലാതെ സൃഷ്ടിച്ചവൻ ഈ പ്രപഞ്ചത്തിനും അപ്പുറത്തുണ്ട്, അവനിലേക്ക് എന്റെ മുഖത്തെ ഞാൻ തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. നമ്മുടെ അറിവും നമ്മുടെ കഴിവും മാരിഫത്തിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യമില്ല. ഇതാണ് ലക്ഷ്യം. പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് നമുക്ക് എത്താൻ കഴിയണം. പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് എത്താനുള്ള ചിന്താപരമായ വേഗത അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അറിയാനുള്ള ത്വര തന്നെ ഉപയോഗിക്കും. എന്താണ് ഈ പ്രപഞ്ചമെന്ന് പഠിക്കുക. ഇലാ മാ ബഅദൽ കൗൻ, ഈ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്നത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ ബൈന സമാഇ വൽ അർദ്, ആകാശം കം ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ എത്ര അകലമുണ്ട്? 500 വർഷത്തെ വഴി ദൂരം, 1000 വർഷത്തെ വഴി ദൂരം അല്ല. ദഅവത്തുൽ മുസ്തജാബത്തുൻ, സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുടെ അകലം മാത്രം എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. എന്താണ് നമ്മുടെ അല്ലാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നാം മനുഷ്യന്റെ കർണനരമ്പിനേക്കാളും അവരിലേക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന് പറയുമ്പോൾ ആ പടച്ചവനിലേക്ക് പ്രകാശത്തേക്കാൾ വേഗതയുള്ള മനുഷ്യന്റെ ചിന്ത ഉപയോഗിച്ച് അർശ് വരെ എത്താൻ നമുക്ക് സാധിക്കും. അതാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന കഴിവ്. അല്ലാഹുവിന്റെ അർശ് വരെ നമുക്ക് എത്താൻ സാധിക്കുന്നു. അതാണ് അലി ഇബ്നു അബീ താലിബ് പറഞ്ഞത്, ദഅവത്തുൽ മുസ്തജാബത്തുൻ, ദഅവത്തുൽ മുസ്തജാബത്തുൻ, സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുടെ അകലമാണ്. അത് മനുഷ്യന്റെ ചിന്തയുടെ വേഗതയാണ്. നമ്മളിതെല്ലാം പഠിച്ചു, ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചു, ഈ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പഠിച്ചു, ഒക്കെ പഠിച്ചു. പക്ഷെ ഈ പദാർത്ഥങ്ങളെ സൃഷ്ടിച്ച പടച്ചവനിലേക്ക് നമ്മുടെ ചിന്ത എത്തുന്നില്ലെങ്കിൽ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തുകൾ പാരായണം ചെയ്ത ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലിമൻ ലാഖഹ ബൈന ലിഹ്യതൈഹി വലം യതഫക്കർ ഫിഹാ. വൈലുൻ ലിമൻ ലാഖഹ ബൈന ലിഹ്യതൈഹി, രണ്ട് താടിയെല്ലുകൾക്കിടയിൽ ഈ ആയത്തുകളെ ചവച്ചരയ്ക്കുന്നവരെ കഷ്ടമാണ്. വലം യതഫക്കർ ഫിഹാ, ഈ പ്രപഞ്ചത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ ആലോചിക്കുന്നില്ല, തട്ടി നിൽക്കുകയാണ് നമ്മുടെ ചിന്തകൾ. പൊതുവെ മനുഷ്യന്മാരുടെ പഠനവും അറിവും അധ്വാനവും കഷ്ടപ്പാടും എല്ലാം ഈ ഭൂമി ലോകത്ത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ മീതെ ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് മഅരിഫത്തുൽ ഹഖ്,
സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ ശ്രമങ്ങൾ കൊണ്ട്, നമ്മുടെ ഗവേഷണ പരീക്ഷണങ്ങൾ കൊണ്ട് എല്ലാം ഫലമുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അല്ലാഹുവേ ഞങ്ങൾ കേട്ടു, വഅതഅനാ ഞങ്ങൾ അനുസരിച്ചു, ഗുഫ്രാനക നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ ചോദിക്കുന്നു, ഗുഫ്രാനക റബ്ബനാ ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരയണമേ, വഇലൈക്കൽ മസീർ നിന്നിലേക്കാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത് എന്ന് പറയുന്ന ഈമാനിന്റെ പേരാണ് മഅരിഫത്ത്. അല്ലാഹുവിനെ പറ്റിയുള്ള ബോധ്യം. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ ജിജ്ഞാസയും ബുദ്ധിയും ഉപയോഗിച്ച് ഒരൽപ്പം പിഴവ് പറ്റി. പക്ഷേ പെട്ടെന്ന് തന്റെ ബുദ്ധിയിലേക്ക്, തന്റെ ചിന്താ വൈഭവത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ഫതാബ അലൈഹി വർഷങ്ങളോളം ആ തെറ്റിനെ ഓർത്ത് കരഞ്ഞു. ബുദ്ധിമാനാണ് ആദം. പറയരുത് ആദമിനേക്കാളും ബുദ്ധിമാൻ ഇബ്ലീസാണെന്ന്. അല്ല, ഇബ്ലീസ് മണ്ടനാണ്, ധിക്കാരിയാണ്, അനുസരണയില്ലാത്തവനാണ്, ശപിക്കപ്പെട്ടവനാണ്, പക്ഷെ വിഡ്ഢിയാണ്. കാരണം അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്നവരെക്കാളും വിഡ്ഢി ലോകത്ത് വേറെ ആരുമില്ല.